Hi friends, welcome back to Zairas Easy Cooking. ഇന്നത്തെ റെസിപ്പി നല്ല അടിപൊളി ഓറഞ്ച് ജെല്ലിൻ്റെ റെസിപ്പിയാണ്. വീട്ടിലുള്ള 3 ചേരുവകൾ കൊണ്ട് വളരെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി ജെല്ലിൻ്റെ റെസിപ്പിയാണ്. ഓറഞ്ച് ജെല്ലി തയ്യാറാക്കാൻ വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇതിനു വേണ്ടി ഞാൻ ഇവിടെ 3 വലിയ ഓറഞ്ചാണ് എടുത്തത്. ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് ഇതുപോലെ ഒന്ന് സെപ്പറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്കിനെ ചെറുതായി ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുക. ഇതിലേക്ക് ഒട്ടും വെള്ളമൊന്നും ചേർക്കുന്നില്ല. കൂടുതൽ സമയം ഇത് ബ്ലെൻഡ് ചെയ്താൽ ഇതിൽ കുരു ഉള്ളത് കൊണ്ട് ചെറുതായി ഒന്ന് കയ്പ്പ് ടേസ്റ്റ് വരും. അതുകൊണ്ട് ചെറുതായി ഒന്ന് ബ്ലെൻഡ് ചെയ്താൽ മാത്രം മതി. ഇതൊരു നോൺ സ്റ്റിക്കിൻ്റെ പാത്രത്തിലേക്ക് ജ്യൂസ് ആഡ് ചെയ്ത് കൊടുക്കുക. ഇതൊന്ന് അരിച്ചിട്ടാണ് ഞാൻ ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുത്തത്. 1/2 കപ്പ് പഞ്ചസാരയും കൂടി ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് ഒരു 1/4 കപ്പ് കോൺഫ്ലോറും കൂടി ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു ജെല്ലിൻ്റെ ഒരു കൺസിസ്റ്റൻസി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇതൊക്കെ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒട്ടും കട്ടയില്ലാതെ വേണം ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാൻ. ഇതിലേക്ക് വേറെ ജെലാറ്റിനോ ചൈന ഗ്രാസ് ഒന്നും നമ്മൾ ചേർക്കുന്നില്ല. ഈ 3 ചേരുവകൾ വെച്ചാണ് ഈ ജെല്ലി തയ്യാറാക്കുന്നത്. ഇത് ഇവിടെ ഇപ്പോൾ നല്ല പോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലിപ്പോൾ ഒട്ടും കട്ടയില്ല. ഇതൊന്ന് ചൂടാക്കി എടുക്കാം. ഇത് ഏകദേശം നല്ല തിക്കായി വരുന്നവരെ നമുക്കിതൊന്ന് കുറുക്കിയെടുക്കണം. ഇതിൽ നമ്മൾ കോൺഫ്ലോർ ചേർത്തുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അല്ലെങ്കിൽ അടിക്ക് പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. ഇത് പെട്ടെന്ന് തന്നെ കുറുകി വരും. ഇതുപോലെ ഏകദേശം നല്ലൊരു തിക്കായി വന്നാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇത് ഇവിടെ ഇപ്പോൾ നല്ലപോലെ തിക്കായി വന്നിട്ടുണ്ട്. ലോ ടു മീഡിയം ഫ്ലെയിമിൽ വേണം ഇതൊന്ന് തിക്കാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. ഇത് ഇവിടെ ഇപ്പോൾ നല്ല പോലെ കുറുകി വന്നിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഞാൻ ഇതുപോലത്തെ ഗ്ലാസ്സിലാണ് ജെല്ലി സെറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് ഇതിലേക്ക് ഓയിലോ ബട്ടറോ ഒന്ന് ഗ്രീസ് ചെയ്ത് കൊടുക്കാം. ചെറുതായി ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. ഇത് ഇവിടെ ഇപ്പം ചെറുതായി ഒന്ന് ചൂടാറിയിട്ടുണ്ട്. ഇനി ഇത് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറിയ ചെറിയ ബൗളിൽ ഇതൊന്ന് സെറ്റ് ചെയ്യാം. ഞാൻ ഇതുപോലത്തെ 2 ഗ്ലാസ്സിലാണ് ഈ ജെല്ലിൻ്റെ മിക്സ് സെറ്റ് ചെയ്യാൻ വേണ്ടി ഒഴിച്ചു കൊടുക്കുന്നത്. ഇത് ഏകദേശം ഒരു 5-6 മണിക്കൂർ ഒന്ന് ഫ്രിഡ്ജിലൊന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കാം. ഇത് ഇവിടെ ഇപ്പം 5 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ജെല്ലി ഇവിടെ നല്ല പോലെ സെറ്റായി വന്നിട്ടുണ്ട്. നമുക്കിത് വളരെ എളുപ്പത്തിൽ തന്നെ ഗ്ലാസ്സിൽ നിന്ന് എടുത്തു മാറ്റാൻ കഴിയും. നിങ്ങൾ കാണുമ്പം തന്നെ അറിയാം നല്ല പെർഫെക്റ്റ് ആയ ഒരു ജെല്ലി ഇവിടെ ഇപ്പോൾ സെറ്റായി വന്നിട്ടുണ്ട്. ജെല്ലി ഒന്ന് കട്ട് ചെയ്ത് നോക്കാം. നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ നമുക്ക് ഈ ജെല്ലി കട്ട് ചെയ്തെടുക്കാം. ഞാൻ ഇതുപോലെയാണ് ഇവിടെ കട്ട് ചെയ്തെടുത്തത്. ഇതിന് പഞ്ചസാരയിലോ അല്ലെങ്കിൽ ഡെസിക്കേറ്റഡ് കോക്കനട്ട് പൗഡറിലോ നമുക്കിതൊന്ന് കോട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്ത് വെച്ച് എല്ലാ ജെല്ലിയും പഞ്ചസാരയിൽ ഇതുപോലെ ഒന്ന് റോൾ ചെയ്തെടുക്കാം. വീട്ടിലുള്ള ചേരുവകൾ വെച്ച് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ ജെല്ലിൻ്റെ റെസിപ്പിയാണ്. കുട്ടികൾക്കൊക്കെ വളരെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കി കൊടുക്കാൻ പറ്റുന്ന നല്ല അടിപൊളി ജെല്ലിൻ്റെ റെസിപ്പിയാണ്. എല്ലാവരും ഒരിക്കലെങ്കിലും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് എന്നെ അറിയിക്കണം. എൻ്റെ ചാനൽ ഇഷ്ടമായാൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.